She's my convenient friend. Not my best friend. നീ എന്താ ചന്ദന ഇങ്ങനെ നടക്കുന്നത്? രണ്ട് പിക്കപ്പ് ലൈൻ പറ. എന്താ കേട്ടില്ല? അതിന് പറ. ഹലോ ഗൈസ്, അപ്പം ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം ഏകദേശം ഒരു എത്ര മണിയായി? ഒരു 6:30 ആ ഒരു ടൈം ആവുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കത്ര രാവിലെ എങ്ങോട്ടേക്കാണ്. ആക്ച്വലി ഞങ്ങൾക്കൊരു ട്രിപ്പ് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെ ചേർന്നാണ് ഞങ്ങൾക്കൊരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇയർലി വൺസ് എപ്പോഴും കൂടുന്നതാണ്. അപ്പം ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നേ ഉള്ളൂ, ഒരാൾ ഓൾറെഡി കോഴിക്കോട് നിന്ന് വന്നു, അവളിവിടെ ഉണ്ട്, പിന്നെ ഒരാൾ കൊച്ചിയിലാണ് ഓൾറെഡി ഉള്ളത്. അപ്പം ഞങ്ങൾ എല്ലാ ഇയറിലും അറ്റ്ലീസ്റ്റ് ഇയർലി വൺസ് ഞങ്ങൾ കൂടെ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ 4 ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട്, അതൊരു 6 വർഷമായിട്ട് കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണ്. 6 മാത്രമല്ല, നീതുമായിട്ട് ഞാൻ ഏകദേശം ഒരു 10 വർഷമാകുന്നു കമ്പനിയായിട്ട്. അവൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഇയർലി വൺസ് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ള ഒരാൾ ബാംഗ്ലൂരാണുള്ളത്, ദേവിക, അവൾ ഓൺ ദ വേ ആണ്. പിന്നെ ഒരാൾ ചന്ദന, കാലിക്കട്ട്, അവൾ ഇന്നലെ രാത്രി 2 മണി ഇന്ന് വെളുപ്പിൽ 2 മണിക്കായപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം അവൾ അപ്പുറത്തെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് അപ്പം പോകുന്ന വഴി ബാക്കി ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പം അടിവാതിൽ തുറന്നു വരുന്നുണ്ട്, കടവാതിൽ. കമോൺ, എന്താടോ? രണ്ട് വാക്ക്. സുഖല്ലേടാ? എനിക്ക് സൂപ്പർ ഇൻട്രോ ഒക്കെ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് പറയും. ഇതാണ് ഒരു അസത്ത് ഫ്രണ്ട്, പേര് ചന്ദന. എന്താ നമ്മള് കണ്ടുകൂട്ടി? നമ്മള് 2019 ഒരു ഓഗസ്റ്റ്. ശരി, ഓഗസ്റ്റിലെ കണ്ടു. ബാക്കി സ്റ്റോറീസ് ഞാൻ പറയാം. 2025 ഓഗസ്റ്റിലേക്ക് എത്ര വർഷം? 6 വർഷം. ഇപ്പൊ നീതു വരും അടുത്ത വർഷം. 10 വർഷത്തെ കഥ പറഞ്ഞു. അപ്പൊ ഓക്കെ, പോകുന്ന വഴി ബാക്കി ആൾക്കാരെ കാണാം. അപ്പോൾ ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. എത്ര പ്ലാൻ ചെയ്തിട്ട് ട്രിപ്പ് പോണം? ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം തൊട്ട് പ്ലാൻ ചെയ്യും. എല്ലാ കൊല്ലവും ട്രിപ്പ് പോകണമെങ്കിൽ അതിന്റെ അടുത്ത് മുന്നത്തെ കൊല്ലം പ്ലാൻ ചെയ്യും. എന്നിട്ട് കഴിഞ്ഞ മാസം ബുക്ക് ചെയ്തു, ഈ മാസം പോകും. കഴിഞ്ഞ മാസം എത്ര തവണ ബുക്ക് ചെയ്തു, മാറ്റി ബുക്ക് എനിക്ക് അങ്ങനെ നിങ്ങൾ പലയിടത്ത് ബുക്ക് ചെയ്യും, പലയിടത്ത് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് എന്നാലും ഇപ്പൊ പുറപ്പെട്ടിട്ടുണ്ട്. ബാക്കി 2 പുറകെ കയറും. ഞങ്ങൾ 4 പേരും ഒരു വണ്ടിയിൽ. ഓക്കെ, ബാക്കി വഴിയെ കാണാം. എന്താണ് തല്ലുന്നത്? ചന്ദന മനോഹർ. She's my convenient friend. Not my best friend. അതെന്റെ കംഫർട്ട് സോൺ വേറെ വരുന്നുണ്ട്, വേറെ വണ്ടിയിൽ. അപ്പൊ ഞാൻ അത്ര കംഫോർട്ട് അല്ല. പിന്നെ എന്റെ കൺവീനിയൻസ്, ഇവളുടെ കൺവീനിയൻസ് ഞാൻ അവിടെ ചെന്നിട്ട് എന്റെ കംഫർട്ട് സോൺ ഗവൺമെന്റ് വണ്ടിയിൽ എവിടെ? നമ്മൾ ആലപ്പുഴ തൊടാറില്ല. എന്താടാ നമ്മുടെ കൂട്ടത്തിലൊരു കുഞ്ഞനന്ദിതി ഇല്ലേ? അതിനെ വിളിച്ച് അതിനെന്ത് കാണിക്കണ്ടേ? കുഞ്ഞനന്ദിതി അല്ലുപ്പാ, അല്ലു, ഹായ്. സുഖാണോ ഹായ്, സുഖാണോ ചോദിക്കേ. ഹായ് പറയാ. ഹായ്. ഉമ്മ ഫ്ലൈങ് കിസ് അല്ലേ കൊടുക്കണ്ടേ? ചന്ദന, എന്റെ കംഫോർട്ട് സോൺ ഇപ്പൊ കേറും. എത്താറായി. കൺവീനിയന്റ് ആയിട്ട് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. എന്തുകൊണ്ടാണ് നിനക്ക് കൺവീനിയൻസിനോട് ഇത്ര സ്നേഹം പറഞ്ഞു? എനിക്ക് ആകെ അറിയുന്നൊരു, ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാത്തൊരു വേർഡായിട്ട് മാറിയിട്ടുണ്ട്.
നല്ല ഉറക്കം ചുണ്ടാപ്പി ഉറക്കം ചന്ദന പറ എന്നെ പറ്റി നല്ല 2 വാക്ക് പറ. ആവശ്യമുള്ളപ്പോ മാത്രം വിളിക്കാം. എന്നിട്ട് ആരുടെയും കൂടെ പോയാ കൺവീനിയന്റ് ആയിട്ട് അവരുടെ കൂടെ പോയത് പറയാ. അതെ, എന്റെ കംഫോർട്ട് സോൺ ആരാ? ദേവു. വേറൊരു മണ്ടുണ്ടേ, ഒന്ന് തല മാറ്റിയേ. അതിനകത്ത് ഇരിപ്പുണ്ട്. സൂം ചെയ്യാന് പറയാൻ പറ്റില്ല. അതിനകത്ത് ഇരിക്കുന്നതാണ് ഞങ്ങളുടെ നീരു. പക്ഷെ ഇതിനെ കാണാൻ പറ്റില്ല. എന്തോ കണ്ടിരിക്കുക. റീൽസോളിയാന്ന് റീൽസ് കണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ അവരിരുത്തിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ദേവുവിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ദേവു രാവിലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് സ്ട്രെയിറ്റ് വന്നത് അവളുടെ പാലയിലുള്ള വീട്ടിലേക്കാണ്. ഇനി നമ്മൾ അവളെ ഇവിടുന്ന് പിക്ക് ചെയ്ത്, അപ്പം അവൾ മാത്രമല്ല അവളുടെ ഹസ്ബൻഡ് ചന്തു ഉണ്ട്. അപ്പം അവർ രണ്ടുപേരെയും പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പം നീതു അരവിന്ദ് വേറൊരു കാറിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെൻ്റെ ഭർത്താവ്, ഇതാണ് അരവിന്ദ്, ഈ പോകുന്നതാണ് കേട്ടോ നീതു. തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ദേവിക. കുഞ്ഞുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ നീതുവിനെ അങ്ങനെ കിട്ടിയില്ല കേട്ടോ വീഡിയോസിൽ. ഇപ്പം കാണുന്നതാണ് നീതു, നമ്മുടെ ചച്ചുവാവ. പിന്നെ അതാണ് കേട്ടോ ദേവികേൻ്റെ അമ്മ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഒരുപാട് നേരം നിന്നു. നമുക്ക് വാഗമൺ വരെ എത്തേണ്ടതല്ലേ. പോടി Oh my god. എവിടെ? എനിക്കൊന്നും കാണുന്നില്ല. എടാ മറ്റേ AC ഓഫ് ആക്കണം നമുക്ക്. AC ഓഫ് അല്ലേ? അവിടെ എന്തോ വണ്ടി വരുന്നുണ്ട്. ലൈനിട്ട് വരുന്നുണ്ടോ? ഉള്ളത് പറയാമല്ലോ, നല്ല കോടയായിരുന്നു. നമുക്ക് റോഡ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയായിരുന്നു കേട്ടോ. നമുക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി ലൈറ്റ് കത്തിച്ച വന്നാൽ മാത്രമേ നമ്മൾ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ റിസോർട്ട് എടുത്ത സ്ഥലത്തേക്ക് കുറച്ച് ഓഫ് റോഡ് ഏരിയ ആയിരുന്നു. ഇതേ കണ്ടില്ലേ, നിങ്ങൾ ഈ കാണുന്ന പോലത്തെ റോഡായിരുന്നു. അപ്പോൾ നമുക്ക് പയ്യെ അങ്ങോട്ടേക്ക് പോകാനും പറ്റുള്ളൂ. പിന്നെ ചെറിയ രീതിക്ക് മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ മഴയും കോടയും എല്ലാം കൂടെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ആകെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു ചെറിയൊരു വിഷമം, ഞങ്ങൾക്ക് അങ്ങനെ പ്ലേസസ് കാണാൻ പറ്റിയില്ല. അതായത് ചുറ്റിനുള്ളതൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. ഫുള്ള് കോടയായിരുന്നു. ഇതേ കണ്ടില്ലേ, കംപ്ലീറ്റ് നമുക്ക് അടുത്ത് വന്നാൽ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളിതേ ഏകദേശം നമ്മളെടുത്തേക്കുന്ന റിസോർട്ടിനടുത്തേക്ക് എത്തുകയായി. അപ്പോഴേക്കും ചന്തുവും ദേവിയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടത് കൊണ്ട് അവിടെ കുറച്ച് നേരം വൈകി. അപ്പോൾ ഇതേ നമ്മൾ നമുക്ക് അങ്ങേ സൈഡ് മൊത്തവും പ്ലാന്റേഷനാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡെയിലി ഡെസ്റ്റിനേഷനെത്തി. മഴ ഞാൻ ബാക്കാൻ കാണിച്ചിടാവേ. ബാക്കാൻ കാണിക്കാൻ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, മൊത്തം കോട. ഇതാണ് ഞങ്ങളിന്ന് താമസിക്കാൻ പോകുന്ന വീട്. ഇതെല്ലാവരും അൺപാക്ക് ചെയ്യുകയാണ്. ഇത് ഒരു ഒഴിഞ്ഞ ഏരിയയാണ് കേട്ടോ,
ബട്ട് അടിപൊളി. താഴെ ഒരു പൂളൊക്കെ ഉണ്ട്, പക്ഷെ പൂളൊന്നും കാണാൻ പോലും പറ്റില്ല. അത് വരാൻ ചാൻസ് ഇല്ല. നീ എന്താ ചന്ദ്രൻ ഇങ്ങനെ നടക്കുന്നത്? ആ എടാ അട്ടയുണ്ടെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. വണ്ടിക്ക് പോകാനോ? ഞാൻ ഓടും, 4 കാലി പറിച്ച് ഓടും ഞാൻ. അമ്മേ ആരത്? അവിടെ സാറ് നിക്കുന്നു. അമ്മേ ഹായ്. അടിവാതിലല്ല, മേവാതിൽ തുറന്ന് വന്ന് കടവാവല്. ചിരിച്ചു. അവളോട് നീ ചോദിക്ക, എന്താ കാരണം, എന്താ ചോദിക്ക്. എങ്ങനെ കാണിച്ച് ഇത് പറ്റേ? എന്തോ വന്ന പറഞ്ഞ് താറാവ് നടക്കുന്നത്. എന്നാ പിന്നെ ഞാൻ അത് റീലാക്കും. ചിക്കു യെസ്, നമുക്ക് ഡ്രസ്സ് മാറി വരാം. ദേവാ ദേവാ ചന്ദന മെയ്. ആ ജെൻസി ഇവിടെ എന്തോ ഉണ്ടാക്കുന്നു. ജെൻസി എന്താണ് കുക്ക് ചെയ്യുന്നത്? ജെൻസി can you please explain? ഇത് തത്വം ഒരു കഴിവാണ്. ഈ കഴിവ് കേടാണ്. ഞാൻ കഴിവ് കേട്ടങ്ങനെ. ഞാൻ ബാക്ക് ക്യാമിൽ കാണിക്കാം ഗൈസ്, 1 സെക്കൻഡ്. എടോ ഇതിന്റെ ബാക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്താണത്? എന്തത് കൊച്ചിനെ കുളിപ്പിക്കുന്നോ? ഒന്നുകൂടെ കാണിച്ച്, ഒന്നുകൂടെ കാണിച്ച്. അതിനൊപ്പം ചാടണമെന്നാണോ? രണ്ട് പിക്കപ്പ് ലൈൻ പറ. എന്താ കേട്ടില്ല? അതിന് പറ. അമ്മേ ചന്ദന നിന്റെ പറ. അതായിരിക്കും നല്ലത്. എന്റെ ഫ്രണ്ട് എന്നാ തള്ള തന്നെ എനിക്ക് ഉദ്ദേശിച്ചത്. ഇന്നെങ്ങാണ്ട് ഇതാവോ? ദേവു നീ താലം കൊണ്ട് വരുവാണോ? Come on baby. വേണ്ട വേണ്ട വേണ്ട. അത് വേറെ വീടാ. ഞാൻ ദേവുവിന്റെ പുറകെ ചിക്കൻ കൊണ്ട് കൊടുക്കും. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് ചന്ദന. പറ പറ. ഔട്ട് ഔട്ട് ഔട്ട്. വാ ഇത് പുകയോട് പുക. അലുപ
അല്ലുപ്പാ ചിക്കൻ പീസിന് പുറകെ പോയി ലൈറ്റ് ഇല്ലല്ലോ. Good night, guys. Good night, guys. Please subscribe. Sorry, bye.